സത്യത്തിലൊരു സംസ്ഥാനത്തെ MLA-മാർക്കുള്ള രാഷ്ട്രീയ പദവി പോലും ഇല്ലാത്ത ആളുകളാണ്. യഥാർത്ഥത്തിൽ ഈ ഗവർണർ പദവി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ വിരാജിച്ച ആളുകൾക്കോ ഒന്ന് സമാധാനമായിട്ട് കുറച്ച് പോഷായിട്ട് ഒരു അവരുടെ സായാഹ്ന കാലം ചെലവിടാനുള്ള ഒരു സൗകര്യം എന്നല്ലാതെ അങ്ങനെ അവരതിനെ കാണാൻ പാടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇത് സത്യത്തിൽ ഈ ഗവർണർക്കുള്ള അടി തമിഴ്നാട് ഗവർണർക്ക് മാത്രമുള്ള അടി എന്ന് മാത്രമല്ലോ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള മറ്റ് ഗവർണർമാർക്ക് മാത്രമുള്ള അടി എന്നല്ലോ കാണുന്നത്. ഇത് കേന്ദ്ര സർക്കാരെതിരായിട്ടുള്ള അടിയാണ്. അതായത് സംസ്ഥാനത്ത് 140 MLA-മാരുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടുത്തെ MLA-മാരൊക്കെ ചേർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ട് നിന്നിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന നിലക്ക്, അതായത് ഇവിടെ ജനാധിപത്യമാണ്, ഇവിടെ ഭരണപക്ഷവുമായിട്ടും പ്രതിപക്ഷമായിട്ടും നിൽക്കുകയാണ്, ഇതിൽ ഭൂരിപക്ഷം ചേർന്നാണ് നിയമനിർമ്മാണ സഭയിൽ പ്രവർത്തിക്കുന്നത്, ഇവർക്കാണ് ജനങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുന്ന അവരാൽ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർക്കാണ് ഇതിൽ എല്ലാത്തിലും അധികാരമുള്ളത് എന്നത് കുട്ടികൾക്ക് പോലും സാധാരണഗതിയിൽ രാജ്യത്ത് അറിയാം. കാരണം രാജ്യം 1947 ഓഗസ്റ്റ് 15 തൊട്ട് ഇങ്ങോട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ ഭരണനിർവഹണം നടത്തപ്പെടുന്നത്. അപ്പോൾ അതിനകത്തേക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആളാണെന്ന് പറഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ പേര് തന്നെയും മാറ്റാനുള്ള അധികാരമുണ്ട്, BC-മാരെ മാറ്റാനുള്ള അധികാരമുണ്ട്, ഇങ്ങനെ എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയം പറയാനുള്ള അധികാരമുണ്ട് എന്ന് ഇവർ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയത്തിലെ ഈ നിലക്ക് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെ കുറേ കാലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് പരിചയിച്ച കീഴ്വഴക്കങ്ങളൊക്കെ പരിചയിച്ചിട്ടുള്ള ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, സാമാന്യം കോമൺ സെൻസുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നൊരു കാര്യം ഇങ്ങനെ കോടതിയിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടി വന്നു എന്നത് മാത്രമേ ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂട്ടുന്നുള്ളൂ. അതായത് എല്ലാവർക്കും അറിയാം, നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നടത്തിയ പ്രസ്താവന എന്താണ്, അവിടെ സ്റ്റാലിൻ നടത്തിയ പ്രസ്താവന, നിങ്ങൾ ഈ അധികാരമില്ലാത്ത കളിയാണ് നിങ്ങൾ കളിക്കുന്നത് കേട്ടോ എന്ന് അവർ എത്രയോ തവണ പറഞ്ഞു. പക്ഷേ അവർ കേന്ദ്രത്തിൻ്റെ അധികാര സംഘം ഇവർക്ക് പിന്തുണ നൽകുന്നതുകൊണ്ട് അവർ അതിൻ്റെ കാര്യത്തിലൊരല്പം അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിപ്പോൾ നല്ല തടയിടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സമയപരിധിയില്ല എന്നായിരുന്നു പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ബില്ല് പാസ്സാക്കി അയച്ചാൽ ഞങ്ങൾക്ക് സമയം എത്ര നേരം വേണമെങ്കിലും കൈവശം വെച്ചുകൊണ്ടിരിക്കാം എന്നത് സുപ്രീം കോടതി പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 3 മാസം അതിന് നിബന്ധന വെച്ചിട്ടുണ്ട്. ഈ കാലത്തിനകത്ത് സംഗതി അങ്ങോട്ട് കൊടുക്കണം. അതായത് ഗവർണറുടെ അധികാരം എന്ന് വെച്ചാൽ ഒരു സിംബോളിക്കായിട്ടുള്ള അധികാരം, സത്യത്തിൽ അധികാരമേ ഇല്ല അവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വല്ല ഉദ്ഘാടനത്തിനും പോവുക, വല്ല ഭക്ഷണം കഴിക്കുന്ന വിരുന്നുകളിൽ പങ്കെടുക്കുക, രാജ്ഭവനിൽ നല്ല വിശാലമായിട്ട് താമസിക്കുക എന്നല്ലാതെ അവർക്ക് അധികാരമേ ഇല്ല. അധികാരം എന്ന അർത്ഥത്തിൽ അവർക്ക് അധികാരമേ ഇല്ല.